ഈ അവസ്ഥയിൽ ഈ ബസ് 7:30 എന്ന് പറഞ്ഞാൽ 7:30. ഇത് മാത്രം കൃത്യമായിട്ട് ഓടണത്. ഞാൻ പോവാണ്. മോളിൽ ചെറിയമ്മയോ ദുർഗയോ ആരെങ്കിലും ഒരാൾ എപ്പോഴും വേണം. ഞാൻ ബസ്സിന് വരാന്നാണല്ലോ പറഞ്ഞിരുന്നത്. വണ്ടി അയക്കേണ്ടിയിരുന്നില്ല. ഞാൻ ഇതിൽ പോവാം. ഈ രാജേന്ദ്രൻ ഉള്ളതാ ഇവർക്കൊരു രക്ഷ. പണമുണ്ട്, സ്വാധീനമുണ്ട്. രവിയേട്ടന്റെ കല്യാണത്തിനും ഇയാളായിരുന്നു അത്ര ആദ്യവസാനം. ഏടത്തിയമ്മയുടെ ക്ലാസ്മേറ്റാ. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയണേ? കല്യാണം കഴിഞ്ഞ കാലത്ത് കേട്ട വിവര. ലീവിന്റെ കാര്യം മാലിന്യ പറഞ്ഞപ്പോ പൊക്കോളാം ഞാനും പറഞ്ഞു. പക്ഷെ പോകുന്നു ഞാൻ വിചാരിക്കണ്ടായില്ല. അവൻ ഇങ്ങനെ കിടക്കുമ്പോ നമ്മുടെ കുട്ടികളാണെങ്കിൽ പോവോ? ഉദ്യോഗം പോയാ പോട്ടേന്ന് വെക്കും, അല്ലാണ്ടതാ. രവിയേട്ടന് വല്ലതും പറ്റിയ അവർക്ക് കഴിഞ്ഞുകൂടണ്ടേ? ഇതുവരെ മനസ്സ് മാറാത്ത അച്ഛനും അമ്മയും ഇനി സഹായിക്കുന്ന എന്താ ഉറപ്പ്? എന്താ വേണ്ടത്? വിളിച്ചാ മതിയായിരുന്നല്ലോ. എന്തെങ്കിലും വേണോ? കുറച്ച് നടക്കണം തോന്നി. അത് വേണോ രവി? ദുർഗെ, നീയും കൂടി ചെല്ലേ. ദൂരത്തേക്കൊന്നും പോകണ്ട. ഈ മുറ്റത്ത് പതുക്കെ നടന്നാ മതി. മടങ്ങിക്കോളൂ. കുറച്ചു ദൂരം. മേല് വേദനയുണ്ടോ? വേദനിക്കുന്ന ഈ ശരീരം വേറെയാണ്. അത് ഞാനല്ല എന്ന് വിചാരിക്കാൻ കഴിഞ്ഞാൽ സഹിക്കാം. രമണ മഹർഷിയുടെ എൻഡിൽ അങ്ങനെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ വെറും മനുഷ്യരല്ലേ, അതിന് കഴിയില്ലല്ലോ. നാടുമാൻ ഇടിമിന്നേറ്റ് മരിച്ചത് ഞാൻ പത്രത്തിലാണ് വായിച്ചത്. ഒരു സെക്കൻഡ് കാത്തിരിപ്പില്ല, ഭയമില്ല. കാറ്റില് വിളക്ക് കിടന്ന പോലെ ഒറ്റ സെക്കൻഡില്. അന്ന് രവിയേട്ടന്റെ MA പരീക്ഷ നടക്കുകയായിരുന്നു. വരണ്ടാന്ന് ഞാനാ എഴുതാൻ പറഞ്ഞത്. കുറച്ചിരിക്കട്ടെ. ഇത്തിരി നേരം ചാരി ഇരുന്നോളൂ. രവിയേട്ടന് 10ാം ക്ലാസ്സിൽ സമ്മാനം കിട്ടിയ 3 പുസ്തകങ്ങളുണ്ട്. അതെന്റെ കയ്യിലാ. യുവകേരളം എന്നൊരു മാസിക നടത്തിയിരുന്നില്ലേ മുമ്പ്? 5 മാസം ഒരു ചങ്ങാതിക്ക് 9,000 രൂപ നഷ്ടം. യുവകേരളം പത്രാധിപരെ ഞാൻ ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ട്. ഞാനും ഇടയ്ക്ക് കവിത എന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ കുത്തിക്കുറിച്ചിരുന്നു. രവിയേട്ടനെ കാണിക്കാൻ പേടി. അമ്മൂട്ടിക്കറിയും. മിണ്ടിയ ചൂട് വയ്ക്കുന്നതായിരുന്നു ഭീഷണി.
ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഒന്ന് കുറച്ച് ഭേദമായിട്ടുണ്ടെന്ന് തോന്നി. അമ്മൂട്ടിയെ കൊണ്ട് പകർത്തിച്ച് രവിയേട്ടന്റെ യുവകേരളത്തിന് അയച്ചു. എന്റെ കയ്യക്ഷരം അറിഞ്ഞാലോന്ന് സംശയം. എന്നിട്ട് ഹേമായിട്ട് അച്ചടിച്ച് വരികയും ചെയ്തു. ഏയ് അതുണ്ടാവില്ല. അതിൽ അച്ചടിച്ച് വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് കവിത. കവിയാകാൻ ചക്രശ്വാസം വലിച്ച് നടന്ന കാലായിരുന്നല്ലോ അത്. ഞാൻ ശ്രദ്ധിച്ച് വായിക്കാതെ ഒന്നും പോവില്ല. പറ്റിച്ചു എന്ന് പറഞ്ഞത് അതാണ്. എന്റെ പേരല്ല, വിളയൂർ ശ്രീദേവി. ഓ, വിളയൂർ ശ്രീദേവി. ശരിയാണ്, ഉണ്ട്. അന്നത്തെ സഹായികൾ ആരോടോ പറയുകയും ചെയ്തു, എന്റെ നാട്ടിനടുത്തും പെണ്ണുങ്ങൾ കവിത എഴുതാൻ തുടങ്ങുന്നു. വിളയൂര് ഞങ്ങളുടെ ശരിക്കുള്ള തറവാട് വിളയൂരല്ലേ. അച്ഛൻ കല്യാണം കഴിച്ചിട്ടല്ലേ ഇങ്ങോട്ട് താമസാക്കിയത്. ഓ, ദുർഗാന്ന് വെച്ചാ ദേവി, ശ്രീദേവി. ഏട്ടന് പതുക്കെ പതുക്കെ ഇത്തിരി ദൂരം നടക്കാൻ പറ്റുമോ? ഇപ്പോഴല്ല, വെയിലാറിയിട്ട്. എവിടേക്ക്? കേറ്റിറക്കൊന്നും ഇല്ലാത്ത വഴിയാണ്. നമ്മുടെ ഇല്ലപ്പറമ്പിന്റെ തൊട്ടുള്ള ശിവന്റെ അമ്പലം. നമുക്കൊന്ന് തൊഴണം. ഒരു പ്രാർത്ഥന കൊണ്ടും ദിവസം നീട്ടിക്കിട്ടില്ല കുട്ടി. വയ്യ. പഴയ നോട്ട് ബുക്കുകളൊന്ന് നോക്കണം. പലതും ക്രൂരമായിരിക്കും, എന്നാലും ചിലതൊക്കെ നന്ന്. ഒരു ചോദ്യം ഓർമ്മയുണ്ടോ? ഞാനതൊരു 100 വട്ടെങ്കിലും വായിച്ചിട്ടുണ്ടാവും. കടലിനഗാധമാം നീലിമയിൽ. ഓ, കടലിനഗാധമാം. കടലിനഗാധമാം നീലിമയിൽ, കടലിനഗാധമാം നീലിമയിൽ, കതിർ ചിന്നും മുത്ത് പോലെ പവിഴം പോലെ. കടലിനഗാധമാം നീലിമയിൽ, കമനി നിൻ ഹൃദയത്തിനാഴത്തിലാരും അറിയാതെ കാത്തുവച്ചതേതുരാഗം. കതിർ ചിന്നും മുത്തുപോലെ പവിഴം പോലെ. കടലിനഗാധമാം നീലിമയിൽ. നിന്നെ കെഴുവെന്നിഗൂഢമം രാഗത്തിൻ ചെമ്മണി മാണിക്യം. നിന്നെ കെഴുവെന്നിഗൂഢമം രാഗത്തിൻ ചെമ്മണി മാണിക്യം. എന്റെ മനസ്സിനഗാധ ഹൃദയത്തിലുണ്ടിന്നതെടുത്തുകൊള്ളുക. കടലിനഗാധമാം നീലിമയിൽ, കടലിനഗാധമാം നീലിമയിൽ.